1975 ഇവിടെ ഒരു ബദൽ കാതോലിക്കായെ സൃഷ്ടിച്ചു. 2002 വേറൊരു ബദൽ കാതോലിക്കായെ സൃഷ്ടിച്ചു. ഇന്ന് ഇവർ 2025 വേറൊരു ബദൽ കാതോലിക്കായെ സൃഷ്ടിക്കുന്നു. ഇതൊന്നും നമുക്കൊരു പ്രയാസമല്ല. വേറൊരാൾ തിരുവനന്തപുരത്ത് സ്വയം കാതോലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ കേന്ദ്രത്തിൽ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കൽപ്പന ഞങ്ങൾ കൊടുത്തിട്ടില്ല. അത് സ്വന്തമായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നതായിരിക്കാം. റോമിൽ നിന്ന് അങ്ങനെ ഒരു കൽപ്പനയില്ല. അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായിട്ടുണ്ട്, കർദിനാളായിട്ടുണ്ട്. കാതോലിക്ക എന്നുള്ള കൽപ്പന റോമൻ കത്തോലിക്ക സഭ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല മലബാർ കത്തോലിക്കരോ മലബാർ കത്തോലിക്കരോ ലാറ്റിൻ കത്തോലിക്കരോ മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനെ ആർച്ച് ബിഷപ്പെന്നോ കർദിനാളെന്നല്ലാതെ കാതോലിക്ക എന്ന് അവരൊരിക്കലും വിളിക്കാറില്ല. എന്നാലും സ്വയം കാതോലിക്ക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ട്, ഈ ബദൽ കാതോലിക്കമാർക്കൊക്കെ ഒരു മെത്രാനെ വഴിക്കണമെങ്കിൽ വിദേശിയുടെ അനുവാദം വേണം. ഒന്നിൽ അറബിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ ഇറ്റലിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അനുവാദം വേണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സ്വതന്ത്രമായി എല്ലാം ചെയ്യാനുള്ള അധികാരം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റേതൊരു കാതോലിക്കായോ പാത്രിക്കീസിൻ്റെയോ സ്ഥാനം പോലെ തന്നെ തുല്യമായ സ്ഥാനമുള്ളതാണ് മലങ്കരയിലെ കാതോലിക്കേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് ആരുടെയും മുമ്പിൽ തല കുനിക്കേണ്ട ആവശ്യമില്ല. പിതാക്കന്മാർ തല കുനിച്ചിട്ടുമില്ല. ഒന്നാം കാതോലിക്കായെ വാഴിച്ചു. അത് അബ്ദുൽ മെസ്സിയ പാത്രിക്കീസ് ആണെങ്കിൽ പാത്രിക്കീസിൻ്റെ കൽപ്പനയാണ് രണ്ടാം കാതോലിക്കായ നിങ്ങൾക്കൊരു കാതോലിക്കായി ഇല്ലാതെ വരുമ്പോൾ കാതോലിക്കായെ വാഴിക്കാനുള്ള അധികാരം ഈ സുന്നഹദോസിൽ നിക്ഷിപ്തമാണെന്ന് ഉള്ളതുകൊണ്ടാണ് രണ്ടാം കാതോലിക്കായെ ഒരു പാത്രിക്കീസിൻ്റെയും സാന്നിധ്യമില്ലാതെ ഇവിടെ വാഴിച്ചത് 1925. അതുപോലെ തന്നെ മൂന്നാം കാതോലിക്കായെ ഇവിടെ വാഴിച്ചു. നാലാം കാതോലിക്കായെ ഈ സുന്നഹദോസിൻ്റെ തീരുമാനം അദ്ദേഹത്തെ വാഴിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പാത്രിക്കീസ് വരാൻ ഇവിടുന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് വന്നു വന്നു. അങ്ങനെ എല്ലാ കാതോലിക്കന്മാരും ഇവിടെ സ്വതന്ത്രമായി ഈ സുന്നഹദോസ് വാഴിച്ചിരിക്കുന്നു. അങ്ങനെ സ്വതന്ത്രമായി ഒരു സുന്നഹദോസിന് തീരുമാനമെടുത്ത് വാഴിക്കാൻ കഴിയുന്ന ഏക സഭ മലങ്കര സഭയേ ഉള്ളൂ. അങ്ങനെ വല്ലാതെ വേറൊരു സഭയ്ക്കും അത് സാധിക്കുക. ഈയിടയിൽ പുതിയ ബദൽ കാതോലിക്ക വന്നതിന് ശേഷം പറയുന്നത് കേട്ടു, രണ്ട് സഭയായിട്ട് നിൽക്കാം, സഹോദരി സഭകളായിട്ട് നിൽക്കാം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വീക്ഷണമില്ല. മലങ്കര സഭയ്ക്ക് സഭ ഒന്നേ ഉള്ളൂ. ആ സഭയ്ക്ക് 1600ഓളം പള്ളികളുണ്ട്. ഈ പള്ളികളുള്ളതായ മലങ്കര സഭ ഒന്നായി തന്നെ നിൽക്കാൻ മാത്രമേ മലങ്കര സഭയ്ക്ക് താല്പര്യമുള്ളൂ. ആർക്കും വേണ്ടി മലങ്കര സഭയുടെ പള്ളി ഭാഗിച്ചു കൊടുത്തേച്ച് ഇവിടെ ഇരിക്കാനായിട്ട് മലങ്കരയിലെ കാതോലിക്കായിക്കോ ഒരു സുന്നഹദോസിനോ തയ്യാറില്ല. അതുകൊണ്ട് അങ്ങനെ മലങ്കര സഭയിലെ കുറച്ച് പള്ളികളുമായിട്ട് ഞങ്ങളൊരു സഹോദരി സഭയായി നിന്നോളാമെന്ന് പറഞ്ഞാൽ അതൊരു ദിവാസ്വപ്നമെന്നുള്ളതിൽ കവിഞ്ഞ് അതിന് മലങ്കര സഭ യാതൊരു താല്പര്യവും കൊടുക്കുന്നില്ല.